നാടിന് നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. വിവിധ വകുപ്പുകളിൽ 30 വർഷം കഠിന തടവിന് ശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണം. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പറഞ്ഞു. പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും, വധശ്രമത്തിന്റെ 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും, 326 വകുപ്പ് പ്രകാരം മറ്റൊരു 10 വർഷം കഠിന തടവും, ആശുപത്രിയിൽ അഗ്നിക്രമം കാണിച്ചതിന് 5 വർഷം കഠിന തടവും, അതുകൂടാതെ 323, 324, 332, 333 വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷകൾ ഉൾപ്പെടെ ആദ്യത്തെ 30 വർഷം ശിക്ഷ അനുഭവിച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. വധശിക്ഷ വേണം. വധശിക്ഷ എന്നുള്ളതിനെക്കാട്ടിലുപരി എന്റെ മകൾ അനുഭവിച്ച വേദന അറിയണം. വേദന എന്താണെന്ന് അറിയണം. എന്റെ മകളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകള്, അതിന്റെ വേദന, പ്രാണഭയത്താൽ ഓടിയപ്പം രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. ഭയപ്പാട് എല്ലാം അറിയണം. വധശിക്ഷ വേണം. വധശിക്ഷ എന്നുള്ളതിനെക്കാട്ടിലുപരി എന്റെ മകൾ അനുഭവിച്ച വേദന അറിയണം. വേദന എന്താണെന്ന് അറിയണം. എന്റെ മകളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകള്, അതിന്റെ വേദന, പ്രാണഭയത്താൽ ഓടിയപ്പം രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. ഭയപ്പാട് എല്ലാം അറിയണം. കൊല്ലം സെഷൻസ് കോടതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, എന്തുകൊണ്ട് വധശിക്ഷ ഉണ്ടായില്ല? എന്താണ് കോടതി വിധിയിൽ പറയുന്നത്? ജിമ്മി, മകൾക്ക് നീതി തേടിയുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും 2 വർഷവും 10 മാസവും 11 ദിവസവും നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ട് വധശിക്ഷയിലേക്ക് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാന നിരീക്ഷണമായി സെഷൻസ് ജഡ്ജി പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ല. കാരണം ഇത് മുൻവൈരാഗ്യത്തോടുകൂടെ ചെയ്തതല്ല. വന്ദനയെ കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടല്ല ആശുപത്രിയിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നുള്ള ഒരു പ്രതിഭാഗത്തിന്റെ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് വധശിക്ഷ എന്നുള്ള ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിന്നും ഒരു ഇളവ് സെഷൻസ് ജഡ്ജി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രതി സന്ദീപ് ആജീവനാന്താലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിൽ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും മറ്റ് വിവിധ വകുപ്പുകളിലായി ഏകദേശം 30 വർഷത്തിലധികമാണ് ജയിലിൽ കിടക്കേണ്ടതായി വരിക എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം 5 വർഷം ശിക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. നേരത്തെ തന്നെ പലതവണ ഏകദേശം 2.5 വർഷത്തിലധികം സമയം റിമാൻഡ് കാലാവധി ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഇതിൽ ഒരു ഇളവായി വരികയും ചെയ്യും. ഈ 30 വർഷം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം തടവ് ആരംഭിക്കുകയും ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ എന്താണോ പ്രോസിക്യൂഷൻ ഈ കുറ്റമായി ആരോപിച്ചിരുന്നത് അതെല്ലാം സംശയമെന്നെ തെളിയിക്കാനായി പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധിയിൽ എന്തായാലും പ്രോസിക്യൂഷനും കുടുംബത്തിനും പൂർണ്ണമായ ഒരു തൃപ്തിയില്ല. കാരണം വധശിക്ഷ എന്നുള്ള ഒരു വാദത്തിൽ തന്നെയായിരുന്നു പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ കോടതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നത്. വിവിധ വിധികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു വാദം ഉന്നയിച്ചത്. മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, അതായത് വലിയ സ്വപ്നത്തോടുകൂടെ വളർത്തിയതായിരുന്നു വന്ദന എന്ന് പറയുന്ന മകളെ. വിവാഹം ഉൾപ്പെടെ ഉറപ്പിക്കുകയും ചെയ്തതായിരുന്നു. ആ മകളാണ് ഏകദേശം 27ഓളം കുത്തുകൾ ശരീരത്തിലേറ്റുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിലൊരു വേദന അനുഭവിച്ച് തന്റെ മകൾ മരിച്ചപ്പോൾ അപ്പോൾ അതിലെ പ്രതിക്ക് കൃത്യമായ ഒരു ശിക്ഷ, അത്രത്തോളം വേദനിച്ചുകൊണ്ടുള്ള ശിക്ഷ നൽകണമെന്നാണ് പറയുന്നത്. പക്ഷേ കോടതിക്ക് ഇതൊന്നും മുഖവിലേക്കെടുത്താൻ കഴിയില്ല. കൃത്യമായ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജിമ്മി, ശരി.